Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. പോൺ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നതിന് കർശന പ്രായപരിധി നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് UK. ജൂലൈ 25 മുതൽ UK-യിൽ പോൺ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾ 18 വയസ്സിന് മുകളിലായിരിക്കണം എന്നത് തെളിയിക്കണം. നേരത്തെ 18 വയസ്സിന് മുകളിലാണെന്ന സ്വയം രേഖപ്പെടുത്തൽ മാത്രം മതിയായിരുന്നുവെങ്കിൽ നിലവിൽ പ്രായം തെളിയിക്കുവാനുള്ള രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. തിരിച്ചറിയൽ രേഖകൾ, മുഖം സ്കാൻ ചെയ്ത് പ്രായം കണക്കാക്കൽ, ബാങ്ക് രേഖകൾ എന്നിവ നൽകി മാത്രമേ ഇനി പോൺ വെബ്സൈറ്റുകളിൽ പ്രവേശനം ലഭിക്കൂ. കുട്ടികൾക്ക് സുരക്ഷിതരായ ഒരു ഓൺലൈൻ ലോകം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UK-യിലെ മാധ്യമ നിയന്ത്രണ ഏജൻസിയായ ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് കർശന പ്രായപരിധി നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. NHS ഇംഗ്ലണ്ടിൽ നഴ്സുമാർക്കായി നിർദ്ദേശിക്കുന്നത് കേവലം 3.6% ശമ്പള വർധനവ് മാത്രം. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഉൾപ്പെടെയുള്ള യൂണിയനുകൾ കൺസൾട്ടേഷൻ പ്രോസസ്സിനായി വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശം നഴ്സുമാർ തള്ളിയാൽ ഡോക്ടർമാർക്ക് പിന്നാലെ നഴ്സുമാരും ശമ്പള വർധനയ്ക്കായി സമരരംഗത്തേക്ക് ഇറങ്ങുന്ന സ്ഥിതിയുണ്ടാകും. ഡോക്ടർമാർ, ടീച്ചർമാർ, റിസർവ് ഓഫീസർമാർ, സായുധ സേനാംഗങ്ങൾ എന്നിവർക്കെല്ലാം നൽകിയ ശമ്പള വർധനവ് പോലും നഴ്സുമാർക്ക് നൽകാതെ തികച്ചും അപഹാസ്യമായ നിർദ്ദേശമാണ് നഴ്സുമാർക്കായി സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അടുത്തയാഴ്ചയാണ് കൺസൾട്ടേഷൻ പ്രോസസ്സിന്റെ ഫലം പുറത്തുവരിക. മഹാഭൂരിപക്ഷത്തോടെ സർക്കാർ നിർദ്ദേശം തള്ളുന്ന ഫലമാകും ഉണ്ടാവുക എന്നതാണ് ഉറപ്പ്. ഇത് ആരോഗ്യമേഖലയെ വീണ്ടും നഴ്സുമാരുടെ സമരത്തിന് വഴിവെക്കും. ഇതിനോടകം തന്നെ പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കിയുള്ള 2 ശമ്പള വർധനവ് നടപ്പിലാക്കി കഴിഞ്ഞെന്നും അതിനാൽ പുതിയ നിർദ്ദേശം അംഗീകരിക്കുവാൻ യൂണിയനുകൾ തയ്യാറാകണമെന്നുമാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. മെയ് മാസത്തിലാണ് 3.6% വർധനവെന്ന പേ റിവ്യൂ ബോഡിയുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചത്. അന്ന് തന്നെ ഇതിനെ പരസ്യമായി എതിർത്ത യൂണിയൻ നിയമപരമായ ബാധ്യത എന്ന നിലയിലാണ് സർക്കാർ നിർദ്ദേശത്തെ കൺസൾട്ടേഷൻ പ്രോസസ്സിന് വിധേയമാക്കുന്നത്. ഇൻഷുറൻസ് തുക കൈക്കലാക്കുവാൻ സ്വന്തം കാലുകൾ മുട്ടിനു താഴെ വെച്ച് മുറിച്ചുമാറ്റിയ UK-യിലെ ഡോക്ടർ, പ്രമുഖ വാസ്കുലർ സർജനായ നീൽ ഹോപ്പറാണ് സ്വന്തം കാലുകൾ മുറിച്ചുമാറ്റിയത്. ഏകദേശം 5 ലക്ഷം പൗണ്ടിന്റെ ഇൻഷുറൻസ് തുക കൈക്കലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കാലുകൾ മുറിച്ചുമാറ്റിയത്. അണുബാധയെ തുടർന്ന് കാലുകൾ മുറിച്ചുമാറ്റേണ്ടി വന്നു എന്നായിരുന്നു നീലിന്റെ അവകാശവാദം. എന്നാൽ ഇത് സത്യമല്ലെന്ന് കോടതി കണ്ടെത്തി. 2 വ്യത്യസ്ത കമ്പനികളിൽ നിന്നും 2,35,622 പൗണ്ടിന്റെയും 2,31,031 പൗണ്ടിന്റെയും ഇൻഷുറൻസിനായിരുന്നു നീലിനുണ്ടായിരുന്നത്. ഇവ ലഭിക്കുവാൻ വേണ്ടിയാണ് ഇൻഷുറൻസ് കമ്പനികളെ തെറ്റായ കാരണം കാണിച്ച് ഡോക്ടർ കബളിപ്പിച്ചത്. സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനയെ ഉപയോഗിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോക്സഭയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 29 തവണയാണ് പറഞ്ഞത്. ട്രംപ് കള്ളം പറയുകയാണെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. ശത്രുവിനെതിരെ സൈന്യത്തെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചാൽ രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം. കേന്ദ്ര സർക്കാരിന് ആ ഇച്ഛാശക്തിയില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. കീഴ്ക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. അതേസമയം കന്യാസ്ത്രീകളുടെ മോചനം വൈകുന്നതിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. അടുത്ത ദിവസം വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ജയിൽ സന്ദർശനം നടത്തിയ പ്രതിപക്ഷ MP-മാരുടെ സംഘം പറഞ്ഞു. വിഷയത്തിൽ കേരളത്തിൽ നാളെ വൈകിട്ട് തലസ്ഥാനത്ത് മാർച്ച് നടത്താൻ വിവിധ ക്രൈസ്തവ സഭകളും തീരുമാനമെടുത്തിട്ടുണ്ട്. കാറ്റിലും മഴയിലും വൈദ്യുതി കമ്പി പൊട്ടി വീഴുമ്പോൾ വൈദ്യുതി വിതരണം നിലയ്ക്കുന്ന സാങ്കേതിക വിദ്യ ഇവിടെ നടപ്പിലാക്കുവാൻ സാധിക്കുമോ എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഇത് സംബന്ധിച്ച പരിശോധന നടത്തുവാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് KCB മാനേജിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും പരിശോധിച്ച് 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈദ്യുതി കമ്പി പൊട്ടി വീണപ്പോഴുണ്ടായ ഷോക്കേറ്റ് ഒട്ടേറെ മരണങ്ങൾ സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇനി കായിക വാർത്തകൾ. ദുലീപ് ട്രോഫിക്കുള്ള ദക്ഷിണ മേഖല ടീമിൽ 5 മലയാളി താരങ്ങളെ ഉൾപ്പെടുത്തി. തിലക് വർമ്മ ക്യാപ്റ്റനായിട്ടുള്ള ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കേരള താരം മുഹമ്മദ് അസറുദ്ദീനാണ്. സൽമാൻ നിസാർ, NP ബേസിൽ, MT നിതീഷ്, ഏതൻ ആപ്പിൾ ടോം എന്നീ മലയാളികളും നിലവിലുണ്ട്. റിസർവ് താരമായിട്ടാണ് ഏതൻ ആപ്പിൾ ടോമിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. രഞ്ജി ട്രോഫിയിൽ ചരിത്രത്തിലാദ്യമായി കേരളം ഫൈനലിൽ കടന്ന കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയവരാണ് ഇവരെല്ലാം. കഴിഞ്ഞ രഞ്ജി സീസണിൽ മുഹമ്മദ് അസ്റുദ്ദീൻ ഒരു സെഞ്ചുറി അടക്കം 635 റൺസ് നേടിയിരുന്നു. 2 സെഞ്ചുറി അടക്കം 628 റൺസാണ് സൽമാൻ നിസാർ നേടിയത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.74 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.